Hello everyone, welcome to the class. Complex hyperbolic functions. So when x is a real number, we already studied in the previous semester what are hyperbolic functions, sin hx and cos hx, etc. So when x is real number, x is real, we have what is the definition of sin hx, hyperbolic real function. Sin hx equal to e raised to x minus e raised to minus x by 2, and we have cos hx equal to e raised to x plus e raised to minus x by 2. ഇത് നമുക്ക് അറിയാവുന്നത്, നമ്മൾ പഠിച്ചതാണ് സെക്കൻഡ് സെമസ്റ്ററിൽ. ഇനി ഇതിൻ്റെ നമ്മൾ നേരെ കോംപ്ലക്സിലേക്ക് പോവാണ്. വെൻ സെഡ് ഈസ് കോംപ്ലക്സ് നമ്പർ we define the complex hyperbolic function sin hz, that is e raised to z minus e raised to minus z divided by 2. ഇത് തന്നെയാണ് എക്സിന് പകരം z അപ്ലൈ ചെയ്യുന്നത്. വാട്ട് ഈസ് z ഈ കോംപ്ലക്സ് നമ്പർ ആണ്. അതിന് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? എക്സ് പ്ലസ് ഐ വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അത് ഓർക്കണം കേട്ടോ. ആൻഡ് കോസ് എച്ച് സെഡ് ഇസ് ഈക്വൽ ടു ഇതേ ഡെഫിനേഷൻ തന്നെ, ഈ എക്സിന് പകരം സെഡ് ഇ റേസ് ടു സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് സെഡ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതാണ് കോംപ്ലക്സ്, ഇതാണ് റിയൽ. പക്ഷേ ഇവിടെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല, കാരണം രണ്ടും സെയിം ആണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അതായത് കോംപ്ലക്സ് ആണെങ്കിൽ സെഡ് എഴുതണമെന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ. സോ സൈൻ എച്ച് സെഡും കോസ് എച്ച് സെഡും ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ടാൻ എച്ച് സെഡ്? ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ടാൻ എച്ച് സെഡ് ഇസ് ഈക്വൽ ടു സൈൻ എച്ച് സെഡ് ഡിവൈഡഡ് ബൈ കോസ് എച്ച് സെഡ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് കോട്ട് എച്ച് സെഡ്? ഇതിൻ്റെ ഓപ്പോസിറ്റിൽ 1/tan എച്ച് സെഡ് എന്ന് എഴുതാം നമുക്ക്, അല്ലെങ്കിൽ കോസ് എച്ച് സെഡ് ഡിവൈഡഡ് ബൈ സൈൻ എച്ച് സെഡ്. ദെൻ വാട്ട് ഈസ് കൊസീക്ക് എച്ച് സെഡ്? കൊസീക്ക് ഈസ് 1/ എന്തായിരുന്നു പറയൂ? 1/sin എച്ച് സെഡ്. ഓക്കെ. സിമിലർലി സീക്ക് എച്ച് സെഡ് equal to 1/cos എച്ച് സെഡ്. So these are the 6 hyperbolic complex functions. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് പോലെ തന്നെയാണ്, വ്യത്യാസമില്ല. എച്ചിന് പകരം സെഡ് അപ്ലൈ ചെയ്യുന്നു. പക്ഷേ വ്യത്യാസമുണ്ട്, കാരണം സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്, വെറും ഒരു റിയൽ നമ്പർ അല്ല, വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 റിയൽ നമ്പേഴ്സ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ കോംപ്ലെക്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് പഠിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് നമ്മൾക്ക് ഇതുവരെയൊക്കെ അനലിറ്റിസിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഈ ഫംഗ്ഷൻസ് ഒക്കെ അനലിറ്റിക് ആണോ എന്ന് എങ്ങനെയാണ് പറയാം? നമുക്കറിയാം. നോക്കിയാൽ സൈൻ എച്ച് സെഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോംപ്ലെക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനായ ഇ റേസ് ടു സെഡും ഇ റേസ് ടു മൈനസ് സെഡും ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ ഇതും ഇവർ രണ്ടുപേരും ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് കോംപ്ലെക്സ് എക്സ്പോണൻഷ്യൽ functions e raised to z and e raised to minus z are entire means which is analytic everywhere in the complex plane. Complex plane എല്ലായിടത്തും അനലിറ്റിക് ആണ് കോംപ്ലെക്സ് പ്ലെയിൻ. അപ്പോൾ ഇ റേസ് ടു സെഡും ഇ റേസ് ടു മൈനസ് സെഡും അനലിറ്റിക് ആണെങ്കിൽ അവരുടെ ഡിഫറൻസ് അനലിറ്റിക് ആണ്, അവരുടെ സം അനലിറ്റിക് ആണ്. അവരെ 2 എന്ന് പറയുന്ന ഒരു സ്കെയിലാർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും അനലിറ്റിസിറ്റി ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദെർഫോർ ദി കോംപ്ലെക്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ സൈൻ എച്ച് സെഡ് ആൻഡ് കോസ് എച്ച് സെഡ് ആർ അനലിറ്റിക് എവ്രിവെയർ ഇൻ ദി കോംപ്ലെക്സ് പ്ലെയിൻ. Therefore they are entire functions. Sin എച്ച് സെഡും കോസ് എച്ച് സെഡും എന്തും കൂടിയാണ്? എൻറ്റയർ ഫങ്ഷൻസും കൂടിയാണ്. So what about the analyticity of tan h, cot h, cosec h, sec h? ഇവരുടെയൊക്കെ കേസ് നമ്മളപ്പോൾ എങ്ങനെ പറയും? നോക്കൂ, tan h z will be analytic except the point at which cos h z equal to 0, അല്ലേ? കാരണം കോസ് എച്ച് സെഡ് ഡിനോമിനേറ്ററിലുള്ളത് കൊണ്ട് ഇവർ 0 ആവുന്ന പോയിൻറ്റ്സിലൊന്നും ടാൻ എച്ച് സെഡ് അനലിറ്റിക് ആവില്ല. സോ ഇവിടുത്തെ അനലിറ്റിസിറ്റി എക്സെപ്റ്റ് ദ പോയിൻറ്റ്സ് അറ്റ് വിച്ച് കോസ് എച്ച് സെഡ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇവർ 0 ആവുന്നത് ഒഴിച്ച് ബാക്കിയുള്ളവരിലെല്ലാം അനലിറ്റിക് ആയിരിക്കും. സോ ടാൻ എച്ച് സെഡിൻ്റെ അനലിറ്റിസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ എച്ച് സെഡ് ഈസ് അനലിറ്റിക് എക്സെപ്റ്റ് ദ പോയിൻറ്റ്സ് at which cos h z is equal to 0.
അതേപോലെ തന്നെയാണ് സീക്ക് എച്ച് സെഡിൻ്റെ കേസിലും, കാരണം അവിടെയും ഡിനോമിനേറ്റർ കോസ് എച്ച് സെഡ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുന്നു ടാൻ എച്ച് സെഡ് ആൻഡ് സീക്ക് അല്ലേ, ആൻഡ് സീക്ക് എച്ച് സെഡ് ആർ tan HZ and sec HZ are analytic except the points at which cos HZ equal to 0. അതേപോലെ കോട്ടിൻ്റെയും കൊസീക്കിൻ്റെയും കേസിൽ ഡിനോമിനേറ്ററിൽ ആരാ വരുന്നത്, സൈൻ എച്ച് സെഡ് ആണ് വരുന്നത്. അപ്പോൾ അത് ഒരുമിച്ച് എഴുതാം. കോട്ട് എച്ച് സെഡ് ആൻഡ് പിന്നെ ഏതായിരുന്നു കൊസീക്ക് അല്ലേ, കൊസീക്ക് എച്ച് സെഡ് ആർ അനലിറ്റിക് ആണ്, പക്ഷേ ചില പോയിൻറ്റ്സിൽ അനലിറ്റിസിറ്റി പോകുന്നുണ്ട്. അത് ഏത് പോയിൻറ്റ്സിലാണ്, ഡിനോമിനേറ്റർ 0 ആകുന്നത്. അപ്പോൾ ആക്ച്വലി അത് അനലിറ്റിക് അല്ല, പിന്നെ ഇന്ന പോയിൻറ്റ്സ് ഒഴിവാക്കിയാൽ അത് അനലിറ്റിക് ആണ്. ഓക്കെ, സോ കോട്ട് എച്ച് സെഡ് ആൻഡ് കൊസീക്ക് എച്ച് സെഡ് ആർ അനലിറ്റിക് except the points at which ഇത് വരും സൈൻ അല്ലേ, സൈൻ എച്ച് സെഡ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ സൈൻ എച്ച് സെഡും കോസ് എച്ച് സെഡും 0 ആകുന്ന പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ അനലിറ്റിസിറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ കോസ് എച്ച് സെഡും സൈൻ എച്ച് സെഡും എന്താണ്, എൻറ്റയർ ഫംഗ്ഷൻസ് ആണ്, അനലിറ്റിക് എവരിവർ ഇൻ ദി കോംപ്ലെക്സ് പ്ലെയിൻ ആണ്. ഓക്കെ, നൗ വാട്ട് ആർ ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ് ഹൈപ്പർബോളിക് കോംപ്ലെക്സ് ഫംഗ്ഷൻ ആൻഡ് ട്രിഗണോമെട്രിക് കോംപ്ലെക്സ് ഫംഗ്ഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ വി ഹാവ് ദി കോംപ്ലെക്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സൈൻ സെഡും കോസ് സെഡിൻ്റെ ഡെഫിനേഷൻ ഇതാണെന്ന് നമുക്കറിയാം. അതേപോലെ നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഉണ്ടല്ലോ, റിയൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ, അതായത് സൈൻ എച്ച് വൈ റിയൽ നമ്പറാണ് കേട്ടോ. സൈൻ എച്ച് വൈയുടെ ഡെഫിനേഷൻ എന്തായിരിക്കും, വി ഹാവ് ദ ഡെഫിനേഷൻ ഇ റേസ് ടു വൈ മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ബൈ 2. ഇത് സൈൻ എച്ച് വൈ റിയൽ നമ്പറാണ് കേട്ടോ. സെഡ് ഇവിടെ കോംപ്ലെക്സ്, ഇത് കോംപ്ലെക്സ് ഫംഗ്ഷൻ, ഇത് റിയൽ ഫംഗ്ഷൻ, കൺഫ്യൂഷൻ ആവരുത്. കോസ് എച്ച് വൈ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു വൈ പ്ലസ് ഇ റേസ് ടു മൈനസ് വൈ ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ റിയൽ പറയുന്ന സമയത്ത് അവിടെ ഒന്നും ഈ ഐ ഇല്ല. കോംപ്ലെക്സ് പറയുമ്പോൾ സൈനിലും സൈൻ എച്ചിലും ഐ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈൻ എച്ചിലില്ല, സൈൻ സെഡിൽ മാത്രം ഐ വരുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ഡെഫിനേഷൻസ് വി ഹാവ് നൗ. ഇനി ഇതിനകത്ത് തന്നെ നമ്മൾ സൈൻ സെഡിനെ സൈൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സൈൻ സെഡ് എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈ ആണല്ലോ. സോ സൈൻ സെഡിൻ്റെ ഡെഫിനിഷനിൽ സെഡിന് പകരമൊക്കെ എനിക്ക് എക്സ് പ്ലസ് ഐ വൈ കൊടുക്കാം. സോ ഇ റേസ് ടു ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ഡിവൈഡഡ് ബൈ 2y ഇങ്ങനെ വരും അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇ റേസ് ടു ഐ ഇൻറ്റു എക്സ് മൈനസ് ഐ സ്ക്വയർ, ആക്ച്വലി പ്ലസ് ഐ ഇൻറ്റു ഐ വിൽ ബി ഐ സ്ക്വയർ വൈ minus e raised to minus ix minus plus will be minus I into I is I square y whole divided by 2y which is equal to e raised to ix, I square will be minus 1, so minus y minus e raised to I minus ix, I square will be minus 1, therefore this is plus y divided by 2i. അപ്പോൾ ഇങ്ങനെ വരും. This will be our sin set. അപ്പോൾ sin set can be written like this. അപ്പോൾ അതിനെ ഞാൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ ഞാൻ പവേഴ്സിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് മാറ്റി എഴുതിയാൽ ഇ റേസ് ടു ഐ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ, ഇതിനെങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതന്നെ കിട്ടും. മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ ഹോൾ ഡിവൈഡഡ് ബൈ 2y. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഓക്കെ, നൗ ഈ ഇ റേസ് ടു ഐ എക്സിനുണ്ടല്ലോ, നമുക്ക് വി ഹാവ് ദ ഫോർമുല ഇ റേസ് ടു ഐ എക്സ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ്, അങ്ങനെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു. അതായത് ഇ റേസ് ടു ഐ തീറ്റ ഈസ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ അതിവിടെ നമുക്ക് ഉപയോഗിക്കാം. ഇ റേസ് ടു ഐ എക്സിന് പകരം ഐ റൈറ്റ് കോസ് എക്സ് പ്ലസ് ഐ ഇൻറ്റു സൈൻ എക്സ് ഇ റേസ് ടു മൈനസ് വൈ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇ റേസ് ടു മൈനസ് ഐ എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഐ ഇൻറ്റു മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇ റേസ് ടു ഐ ഇൻറ്റു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താ വരിക, കോസ് ഓഫ് മൈനസ് എക്സ് പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ. ഇതിവിടെ യൂസ് ചെയ്ത റിസൾട്ടാണ് ഇ റേസ് ടു വൈ ഹോൾ ഡിവൈഡഡ് ബൈ 2i. So which is equal to cos x
cos x into e raised to minus y plus I into sin x into e raised to minus y. I multiplied to e raised to minus y. ഈ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ മൈനസ് ഇവിടെ ഉള്ളത് cos of minus x is cos x plus I into sin of minus x. Sin of minus x is minus sin x ആവും. സോ ഇവിടെ മൈനസ് വരും കേട്ടോ. മൈനസ് I into sin x e raised to y. ഈ ബ്രാക്കറ്റ് ഇവിടെ കോമൺ ആണ്. whole divided by 2y. So that we will get cos x e raised to minus y plus I into sin x e raised to minus y minus cos x into e raised to y. Minus of minus is plus I into sin x e raised to y whole divided by 2y, which is equal to ഇതിൽ I ഉള്ള ടേംസും I ഇല്ലാത്ത ടേംസും ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ I ഇല്ലാത്തത് cos x e raised to minus y minus cos x e raised to y. അപ്പോൾ ഇത് രണ്ടിലും എന്തുണ്ട്? cos x കോമൺ ആണ്. I taken cos x outside. So we get e raised to minus y minus e raised to y. ഓക്കെ, പ്ലസ് ഇവിടെ എന്താ വരുന്നത്? I ഉള്ള ടേംസിൽ കോമൺ ആയിട്ട് വരുന്നത് I sin x e raised to minus y പ്ലസ് I sin x e raised to y. അതിൽ ഐയും sin xും കോമൺ ആണ്. സോ I into sin x can be taken outside. So that e raised to y plus e raised to minus y plus e raised to y whole divided by 2y. ഓക്കെ, ഈ 2y രണ്ടിനും കോമൺ ആയതുകൊണ്ട് I write it, ഞാനിങ്ങനെ എഴുതുന്നു, cos x e raised to minus y minus e raised to y by 2y plus I into sin x e raised to minus y plus e raised to y by 2y. This I will become cancelled. ഇവിടെ താഴെയാണ് ഒരു I വരുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഈ താഴെ I വന്നത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് I multiply minus I square here. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മൈനസ് I സ്ക്വയറുടെ വാല്യൂ എന്താ? I സ്ക്വയറുടെ വാല്യൂ -1 ആണ്. We have I square is -1. So what is minus I square? Minus 1, that is 1. അപ്പോൾ I square -1 ആണെങ്കിൽ മൈനസ് I സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് I സ്ക്വയർ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും വരില്ല, കാരണം ഇതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 into something will be something, ഇത് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ താഴത്തെ ഒരു Iയും ഇവിടുത്തെ ഒരു Iയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്തുണ്ടാവും? ഇവിടെ ഒരു I ഉണ്ടാവും, റൈറ്റ്? ഒരു മൈനസ് ഉണ്ടാവില്ലേ? ഈ മൈനസ് ഞാൻ ഉള്ളിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുത്താൽ ഇവിടെ മൈനസ് കൊടുക്കുന്നില്ല, ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുത്താൽ എന്താവും? മൈനസ് e raised to minus y പ്ലസ് e raised to y ആവും. ശരിയല്ലേ? നോക്കൂ, I ഇവിടെയുണ്ട്, cos x എവിടെയുണ്ട്, ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുന്നു, മൈനസ് e raised to minus y, പിന്നെ ഇതും ഇവിടേക്കും കൊടുക്കുമ്പോൾ മൈനസ് ഓഫ് മൈനസ് വിൽ ബി പ്ലസ് e raised to y ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇവിടെ എന്താ വരിക? സൈൻ ഓഫ്, ആക്ച്വലി ഇവിടെ സൈൻ എക്സ് ഉണ്ട്, സൈൻ എക്സ് ഇൻറ്റു e raised to minus y പ്ലസ് e raised to y ഡിവൈഡഡ് ബൈ 2. I മാത്രമേ ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ, ബൈ 2 ഇവിടെ ഉണ്ട്. സോ നമുക്ക് അവസാനം കിട്ടുന്നത് എങ്ങനെയായിരിക്കും? I into cos x into this term പ്ലസ് sin x into this term, or this can be written, I ഇല്ലാത്ത ടേം ആദ്യം എഴുതുകയാണെങ്കിൽ sin x എഴുതി. ഇതെന്താ? e raised to y പ്ലസ് e raised to minus y ഡിവൈഡഡ് ബൈ 2. ഇതെന്ന് പറയുന്നത് cos h yയുടെ ഡെഫിനിഷനാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ cos h y. y ആണതുകൊണ്ടാണ് ഇവിടെ y എഴുതിയത് കേട്ടോ. പ്ലസ് ഇവിടെ എന്ത് വരും? I ഇവിടെയുണ്ട്, ഓക്കെ, cos x ഇവിടെയുണ്ട്, ഓക്കെ, e raised to y മൈനസ് e raised to minus y ഡിവൈഡഡ് ബൈ 2. ഇതെന്തിൻ്റെ ഡെഫിനേഷനാണിത്? ഇതെന്ന് പറയുന്നത് sin h yൻ്റെ ഡെഫിനേഷനാണ്. സോ I can write sin h y. അപ്പോൾ നമുക്ക് sin z എന്ന് പറയുന്ന കോംപ്ലെക്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ sin x cos h y പ്ലസ് I ഇൻറ്റു cos x sin h y എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് കോംപ്ലെക്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ ഞാൻ റിയൽ ട്രിഗണോമെട്രിക്കിൻ്റെയും റിയൽ ഹൈപ്പർബോളിക്കിൻ്റെയും ടേംസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. sin z can be written sin x into cos h y പ്ലസ് I ഇൻറ്റു cos x ഇൻറ്റു sin h y. ഇങ്ങനെ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ക്ലിയർ അല്ലേ? ഞാൻ ഇതുപോലെ cos z ൻ്റെ കേസിൽ എന്ത് വരും നോക്കാം നമുക്ക്. cos z എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ വി ഹാവ് ദ ഫോർമുല cos z is equal to e raised to i z minus or plus e raised to minus i z divided by 2. ഇതാണ് cos z ൻ്റെ ഫോർമുല. ഓക്കെ, സോ ഇവിടെ ഞാൻ ഐ സെഡിൽ സെഡിനെ x+iy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെയിം റിപ്പീറ്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. x+iy
plus e raised to minus I into x plus iy whole divided by 2. That 2 is splitted here. So which is equal to e raised to I into ix. I square will be minus 1. So minus y plus e raised to minus ix plus y divided by 2. So this can be splitted as e raised to ix into e raised to minus y divided by 2 plus e raised to minus ix into e raised to y divided by 2. അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ റിപ്പീറ്റേഷൻ ചെയ്യുവാണ്. സോ ദിസ് വിൽ ബി ഇ റേസ് ടു ഐ എക്സ് ക്യാൻ ബി റൈറ്റ് കോസ് എക്സ് പ്ലസ് ഐ ഇൻറ്റു സൈൻ എക്സ് ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് കോസ് എക്സ് ഇ റേസ് ടു ഐ എക്സിൻ്റെ ഫോർമുല വരുന്നത് മൈനസ് ഐ ഇൻറ്റു സൈൻ എക്സ് ആണ്. ഇ റേസ് ടു വൈ ഐ റേറ്റ് ജസ് ഹോൾ ഡിവൈഡഡ് ബൈ 2 ദറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് എക്സ് ഇ റേസ് ടു മൈനസ് വൈ plus I sin e raised to minus y plus cos x e raised to y minus I sin x e raised to y whole divided by 2. ഓക്കെ, ദെൻ ഐ ഇല്ലാത്ത ടേംസ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ കോസ് എക്സ് ഇ റേസ് ടു മൈനസ് വൈയും കോസ് എക്സ് ഇ റേസ് ടു വൈയും ആണ് വരിക. അതിൽ കോസ് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് ഇ റേസ് ടു വൈ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. പിന്നെ ബാക്കി ഐ ഉള്ള ടേംസ് ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഐ സൈൻ എക്സ് ഇ റേസ് ടു മൈനസ് വൈയും ഇവിടെ മൈനസ് ഐ സൈൻ എക്സ് ഇ റേസ് ടു വൈയും ആണുള്ളത്. അതിൽ ഞാൻ ഐ കോമൺ എടുക്കുന്നു, സൈൻ എക്സും കോമൺ എടുക്കുന്നു. ഫസ്റ്റ് ടേമിൽ ഇ റേസ് ടു മൈനസ് വൈയും മൈനസ് ഇവിടെ ഇ റേസ് ടു വൈയും ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ് ഉണ്ടാവുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു ഇതെന്തിൻ്റെ ഡെഫിനേഷനാണ്? ഇതെന്ന് പറയുന്നത് വി ഹാവ് ഇറ്റ് ഈസ് ബൈ സൈൻ എച്ച് വൈ. സോ ദിസ് ഈസ് സൈൻ ദിസ് ഈസ് നോട്ട് സൈൻ കോസ് എച്ച് വൈ. പ്ലസ് ആണെങ്കിൽ കോസ് ആണ്, മൈനസ് ആണെങ്കിൽ സൈൻ ആണ്, അങ്ങനെ ഓർക്കാം നമുക്ക്. സോ കോസ് എച്ച് വൈ പ്ലസ് ഐ ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഇതെന്താ വരിക? ഇവിടെ നമുക്ക് നമ്മുടെ ഡെഫിനേഷനിൽ സൈൻ എച്ച് വൈയുടെ ഫോർമുല ഇ റേസ് ടു വൈ മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ആണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസിൻ്റെ പ്രശ്നമുണ്ട് അല്ലേ? ഇത് ആദ്യം ഇത് സെക്കൻഡാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു മൈനസ് കോമൺ എടുക്കുന്നു. സോ മൈനസ് 1 ഒരു ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു വൈ മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഇതിൽ നിന്നും ഒരു മൈനസ് എടുത്തു, അപ്പോൾ ഇതിനെ തിരിച്ചല്ലേ എഴുതാൻ പറ്റുക, റൈറ്റ്? ഓക്കെ, സോ ദിസ് വിൽ ബി കോസ് എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഇൻറ്റു മൈനസ് ഈസ് മൈനസ് ഐ ഇൻറ്റു ഇവിടെ എന്താ വരും? സൈൻ എക്സ്, ദിസ് ഇസ് സൈൻ എച്ച് വൈ. സോ കോസ് എഡ് ക്യാൻ ബി റിട്ടൺ കോസ് എക്സ് കോസ് എച്ച് വൈ മൈനസ് ഐ ഇൻറ്റു സൈൻ എക്സ് സൈൻ എച്ച് വൈ. അതായത് ട്രിഗണോമെട്രിക് കോംപ്ലക്സ് ഫംഗ്ഷനെ ഞാൻ റിയൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും റിയൽ ഹൈപ്പർബോളിക് ഫംഗ്ഷനും ഉപയോഗിച്ച് ഒരു കോംപ്ലക്സ് നമ്പറായി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ ദ ഡെഫിനിഷൻ ഓഫ് സൈൻ സെഡ് ആൻഡ് കോസ് സെഡ് യൂസിങ് trigonometric function and hyperbolic function. So these are the equations we got it now. Sin z ഇതാണ്, cos z ഇതാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് സൈൻ സ്ക്വയർ സെഡ്? സൈൻ സ്ക്വയർ സെഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ സ്ക്വയർ ചെയ്യണം അല്ലേ? അതുപോലെ കോസ് സ്ക്വയർ സെഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഞാൻ സ്ക്വയർ ചെയ്ത് സം ചെയ്യുന്നു വിചാരിക്കും. സൈൻ സ്ക്വയർ സെഡ് പ്ലസ് കോസ് സ്ക്വയർ സെഡ് ചെയ്തു. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇതിനെയൊക്കെ സ്ക്വയർ ചെയ്ത്, അതായത് സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ ഇൻറ്റു കോസ് എക്സ് സൈൻ എച്ച് വൈ ഹോൾ സ്ക്വയർ പ്ലസ് ഈ ടേം, അതായത് കോസ് എക്സ് കോസ് എച്ച് വൈ മൈനസ് ഐ ഇൻറ്റു സൈൻ എക്സ് സൈൻ എച്ച് വൈ ഹോൾ സ്ക്വയർ. സോ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയറും ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയറും വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം നമുക്ക്. സോ സൈൻ എക്സ് കോസ് എച്ച് വൈ സ്ക്വയർ ചെയ്യുമ്പോൾ രണ്ടിനും സ്ക്വയർ വരും. ദിസ് ഈസ് എ സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ ചെയ്യണം. ഐ സ്ക്വയർ വിൽ ബി -1. സോ -1 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ പ്ലസ് 2 ഇൻറ്റു സൈൻ എക്സ് കോസ് എച്ച് വൈ ഇൻറ്റു ഐ ഇൻറ്റു കോസ് എക്സ് സൈൻ എച്ച് വൈ. സോ ദിസ് ഈസ് ദി സ്ക്വയർ ഓഫ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ എന്താ വരിക? കോസ് സ്ക്വയർ എക്സ് കോസ് എച്ച് സ്ക്വയർ വൈ എ സ്ക്വയർ again പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വിൽ ബി ഐ സ്ക്വയർ എന്ത് വരും? -1 വരും. സോ -1 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ വൈ മൈനസ് 2 ഇൻറ്റു എ ഈസ് കോസ് എക്സ് കോസ് എച്ച് വൈ ഇൻറ്റു ബി ഈസ് ഐ സൈൻ എക്സ് സൈൻ എച്ച് വൈ. സോ വിച്ച് ഈസ് ഈക്വൽ ടു
അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, ഇത് മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ്, ടേംസ് അതേപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഹിയർ ദിസ് പ്ലസ് 2i ഇൻറ്റു സൈൻ എക്സ് കോസ് എച്ച് വൈ സൈൻ എച്ച് വൈ, ഇവിടെ മൈനസ് 2i ഇൻറ്റു കോസ് എക്സ് സൈൻ എക്സ് കോസ് എച്ച് വൈ സൈൻ എച്ച് വൈ. അപ്പോൾ ഈ രണ്ട് ടേം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ടേംസിൽ നിന്ന് നമുക്ക് ഇത് രണ്ട് ടേമിൽ നിന്ന് നമുക്ക് കോസ് എച്ച് സ്ക്വയർ വൈ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ഇത് രണ്ടിൽ നിന്നും കോസ് എച്ച് സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ ഉള്ളിൽ എന്തുണ്ടാവും, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ഇതിൽ രണ്ടിൽ നിന്ന് നമുക്ക് മൈനസ് സൈൻ സ്ക്വയർ എച്ച് സ്ക്വയർ വൈ ഔട്ട് സൈഡ് എടുക്കാം. സോ മൈനസ് സൈൻ എച്ച് സ്ക്വയർ വൈ ഔട്ട് സൈഡ് എടുത്തു. സോ ഇവിടെ മൈനസും വന്നു ഇതും വന്നു, ഉള്ളിൽ കോസ് സ്ക്വയർ എക്സ് ആയിരിക്കും വരിക. ഇവിടെ ഈ മൈനസും വന്നു ഇതും വന്നു, ഉള്ളിൽ സൈൻ സ്ക്വയർ എക്സ് ആയിരിക്കും വരിക. സോ പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. സോ വാട്ട് വിൽ ബി ദിസ് കോസ് എച്ച് സ്ക്വയർ വൈ. വാട്ട് ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, അത് 1 ആണ് നമുക്കറിയാം, ഇൻറ്റു 1 മൈനസ് സൈൻ എച്ച് സ്ക്വയർ വൈ ഇൻറ്റു എഗെയിൻ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് 1. ഇവിടെയും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഉണ്ടായിരുന്നത് സൈൻ സ്ക്വയർ സെഡ് പ്ലസ് കോസ് സ്ക്വയർ സെഡ് ആണ്. ഐ വിൽ റൈറ്റ് ഹിയർ സൈൻ സ്ക്വയർ സെഡ് പ്ലസ് കോസ് സ്ക്വയർ സെഡ് ആണ്. ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇതും 1 ആണ്. സോ 1 വിൽ ബി ഈക്വൽ ടു ദിസ് 1. സോ 1 വിൽ ബി ഈക്വൽ ടു കോസ് എച്ച് സ്ക്വയർ വൈ മൈനസ് സൈൻ എച്ച് സ്ക്വയർ വൈ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. So we can prove that cos h square y minus sin h square y equal to 1, or I can write cos h square y will be equal to 1 plus sin h square y. അങ്ങനെയും എഴുതാം. ഓക്കെ, ഇനി സൈൻ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തല്ലോ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് സൈൻ സെഡ് or modulus of sin z square will be actually ഇതിൻ്റെ റിയൽ പാർട്ട് ഓഫ് സൈൻ സെഡ് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് സൈൻ സെഡ് സ്ക്വയർ ആണ് നമ്മൾ എഴുതുക. അങ്ങനെയല്ലേ നമ്മൾ ഇപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ വാട്ട് ഈസ് മോഡ് സെഡ്, റൂട്ടാണ്. അപ്പോൾ റൂട്ട് ഒഴിവാക്കാനായിട്ട് ഞാൻ ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് മോഡ് സെഡ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ, ഇങ്ങനെയല്ലേ എഴുതുക. അതേപോലെ സൈൻ സെഡ് എന്ന് പറഞ്ഞാലും ഒരു കോംപ്ലക്സ് നമ്പറാണിതാ, ഇതാണ് ആ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇതിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് റിയൽ പാർട്ട് ഓഫ് സൈൻ സെഡ്, ദാ ഇങ്ങനെയാണ് സൈൻ സെഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ സെഡിൻ്റെ റിയൽ പാർട്ട് എന്താ, ഐ ഇല്ലാത്ത ടേം, ഇതാണ് ഐ ഇല്ലാത്ത ടേം, ഇതിൻ്റെ സ്ക്വയർ, അതായത് സൈൻ എക്സ് കോസ് എച്ച് വൈയുടെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് സൈൻ സെഡിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ഇമാജിനറി പാർട്ട് എന്താ വരിക, കോസ് എക്സ് സൈൻ എച്ച് വൈ ഹോൾ സ്ക്വയർ. സോ ഇത് സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സൈൻ സ്ക്വയർ എക്സ് കോസ് എച്ച് സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ എന്ന് കിട്ടും. റൈറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു, നമുക്ക് ഈ കോസ് എച്ച് സ്ക്വയർ വൈക്ക് പകരം നമുക്ക് 1 പ്ലസ് ഇത് ഈ ഇക്വേഷനിൽ നിന്നും 1 ഈ മൈനസ് ഇപ്പുറത്ത് വന്നാൽ 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ ആയിരിക്കുമല്ലോ കോസ് എച്ച് സ്ക്വയർ വൈ, ശരിയല്ലേ. ഈ ഇക്വേഷൻ നിന്ന് ഇതിങ്ങോട്ട് വരുമ്പോൾ 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ വിൽ ബി ഈക്വൽ ടു കോസ് എച്ച് സ്ക്വയർ വൈ ആയിരിക്കും അല്ലേ, കോസ് എച്ച് സ്ക്വയർ വൈ. സോ ഇൻസ്റ്റെഡ് ഓഫ് കോസ് എച്ച് സ്ക്വയർ വൈ ഇതിന് പകരം എനിക്ക് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, പ്ലസ് കോസ് സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ. ദെൻ ഇത് നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ, സൈൻ സ്ക്വയർ എക്സ് 1 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ്, പിന്നെയോ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ വൈ, ഇങ്ങനെ എഴുതാം അല്ലേ. ഇനി ഈ രണ്ട് ടേമിലും കോമൺ ആയ ടേം ഏതാണ്, സൈൻ എച്ച് സ്ക്വയർ വൈ. അപ്പോൾ ഇത് രണ്ടിൽ നിന്ന് ഞാൻ സൈൻ എച്ച് സ്ക്വയർ വൈ ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും, സോ ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ എഴുതി, രണ്ടാമത്തെ ടേമിൽ നിന്നും മൂന്നാമത്തെ ടേമിൽ നിന്നും സൈൻ എച്ച് സ്ക്വയർ വൈ ഔട്ട് സൈഡ് എടുക്കുന്നു. സോ വി വിൽ ഗെറ്റ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, ഇങ്ങനെ കിട്ടും. അതായത് സൈൻ സ്ക്വയർ എക്സ് ഇവിടെ തന്നെ നിൽക്കുന്നു, സൈൻ എച്ച് സ്ക്വയർ വൈ ഇവിടെ തന്നെ നിൽക്കുന്നു. വാട്ട് ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ ദിസ് ഇൻറ്റു 1. സോ വി വിൽ ഗെറ്റ് മോഡ് സൈൻ സെഡ് സ്ക്വയർ ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ. ചിലപ്പോൾ ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ ചോദിക്കാം, അപ്പോൾ ഇങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. സോ മോഡ് സൈൻ സെഡ് സ്ക്വയർ ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ. ഇതേപോലെ മോഡ് കോസ് സെഡ് എന്തായിരിക്കും നമുക്ക് നോക്കാം. മോഡ് കോസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ കോസ് സെഡിനെ നമ്മളൊരു കോംപ്ലക്സ് നമ്പറാക്കി റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നോക്കൂ, വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് കോസ് സെഡ് ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ് ആ കോംപ്ലക്സ് നമ്പർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ, മോഡുലസ് കാണാൻ പറഞ്ഞാൽ റൂട്ടാണ്, സ്ക്വയർ കാണാൻ പറയുമ്പോൾ ആ റൂട്ട് ഒഴിവാക്കണം അത്രയേ ഉള്ളൂ കേട്ടോ. സോ നമ്മൾ എന്ത് എഴുതും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നല്ലേ, എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടാണ്,
So cos x cos hy square real part plus imaginary part in the square. What is imaginary part? I ഒഴിച്ച് ബാക്കിയുള്ളത് മൊത്തം എഴുതണം. അപ്പോൾ ഈ മൈനസും വേണം, പിന്നെ എന്ത് വേണം, sin x sin hyയും വേണം, സ്ക്വയർ. So which is equal to, this will be cos square x cos h square y പ്ലസ് മൈനസിൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആയിട്ട് മാറും. ഇവിടെ സൈൻ സ്ക്വയർ എക്സ് സൈൻ എച്ച് സ്ക്വയർ വൈ ആവും, വിച്ച് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് ഇവിടെ തന്നെ നിർത്തി. കോസ് എച്ച് സ്ക്വയറിനെ പഴയ പോലെ തന്നെ നമുക്ക് കോസ് എച്ച് സ്ക്വയറിനെ എങ്ങനെ എഴുതാം? ബൈ എബോ വി ഹാവ് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ആയാണ് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇവിടെ ഉണ്ട്, സൈൻ എച്ച് സ്ക്വയർ വൈ ഇവിടെ ഉണ്ട്. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ വൈ. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ കോസ് സ്ക്വയർ എക്സ് ഇവിടെ തന്നെ നിർത്തുന്നു. ഇത് രണ്ട് ടേമിലും കോമൺ ടേം ഏതാണ്? പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ കോമൺ ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് കോസ് സ്ക്വയർ എക്സ്, ഇവിടെ വരുന്നത് സൈൻ സ്ക്വയർ എക്സ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് ഈസ് ഹിയർ, സൈൻ എച്ച് സ്ക്വയർ വൈ ഈസ് ഹിയർ. ഇതെന്തായി മാറും? 1 ആയി മാറും, കാരണം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. സോ ദാറ്റ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് വിൽ ബിക്കം 1. സോ വി ക്യാൻ avoid that term. So we will get mod cos z square equal to cos square x plus sin h square y. So these are the modulus values of cos z and sin z.